നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പാരൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എങ്ങനെ ജോലി കിട്ടുക എന്നുള്ളതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാലും ജോബ് സെക്യൂരിറ്റി നോക്കും. ആ കമ്പനി ജോബ് സെക്യൂരിറ്റി ഉണ്ടോ, നാളെ നമ്മുടെ ജോലി പോവോ, നമുക്ക് എക്കാലത്തും ആ ജോലി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി അങ്ങോട്ട് എപ്പോഴും ഒരു ജോലി തന്നെ തുടരാൻ പറ്റും എന്നുള്ളത്? എപ്പോഴും നമ്മുടെ ജോലി പോകും. കാരണം ഇപ്പോൾ എ ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഓട്ടോമേഷൻസ് ഉണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പലരുടെയും ജോലി പോയി ഇപ്പോഴേ തുടങ്ങി. ഇനി ഭാവിയിലായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ജോലിയാണ് പണ്ട് പലരും പറയുന്നത് ഗവൺമെന്റ് ജോലി ഓക്കെ ഇത്ര വർഷത്തിൽ റിട്ടയർ ആയി. ഗവൺമെന്റ് ജോലി സേഫ് ആണോ? പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, പെട്ടെന്ന് റിസഷൻ വന്നു, ഇൻഫ്ലേഷൻ ഭയങ്കര ഇൻഫ്ലേഷനായി. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജോലി എന്തില്ല, നിങ്ങളുടെ ജോലി ഇവിടെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ബട്ട് നിങ്ങളുടെ ശമ്പളം കൂടില്ല. ആ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരിക്കലും ഒന്നും സേഫ് അല്ല. എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ജോലി എങ്ങനെയും കണ്ടുപിടിക്കുക. ഒരു ഡിഗ്രി പഠിക്കുന്നത് തന്നെ അതിനാണ്. ആരും സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പഠിച്ച് എങ്ങനെയൊക്കെ ജോലിക്ക് കയറാം, അത്യാവശ്യം ശമ്പളം ഉണ്ടാവാം. അതാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങൾ ഭയങ്കര സ്കിൽഡാണ്, ഭയങ്കര സ്കിൽഫുൾ ആണ് നിങ്ങൾ വിചാരിക്കാം. നിങ്ങളുടെ ജോലി ഇന്ന് പോയി, നിങ്ങൾക്ക് ഒരു മെയിൽ വരാണ് നിങ്ങളുടെ ജോലി നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് ആ കമ്പനി നഷ്ടത്തിൽ വന്നു വിചാരിക്കാം, പിരിച്ചുവിട്ടു. നാളെ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റണം, നിങ്ങൾ അതിനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ആ സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അല്ലാണ്ട് പലരും ഇന്ന് ജോലി ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ജോലി കിട്ടില്ല, ചിലപ്പോൾ 2-3 മാസമൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് കുറെ കഷ്ടപ്പെട്ടായിരിക്കും എന്ത് ചെയ്യാം ജോലി കിട്ടുന്നത്. അവരെ സേഫ് സോണിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി ഉള്ള ആളാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു സൈഡ് ഇൻകം സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു സാലറി അല്ലാണ്ട് വേറെ സൈഡിൽ നിന്ന് ഇൻകം വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, റെഡിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ജോലി കിട്ടുന്നവരെ പിടിച്ചിരിക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്കില്ല് ബിൽഡ് ചെയ്യുക, നല്ല സ്കില്ല് ബിൽഡ് ചെയ്യുക. നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന സാധനം തന്നെ സൈഡിൽ തുടങ്ങാം, ഒരു ഫ്രീലാൻസ് ആയിട്ടോ അങ്ങനെ തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ന് ജോലിക്ക് നാളെ ജോലി അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നല്ല സ്കില്ലുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കമ്പനി നിങ്ങൾ മാക്സിമം കയറ്റാനേ നോക്കത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ശരിക്കും ഇല്ല. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല ജോലിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങൾ സൈഡ് ഇൻകം ചെയ്യുക. നിങ്ങൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേറെ രീതിയിൽ ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പിടിച്ചു നിന്ന് പോകാനുള്ള ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുക, അവിടെ വരുത്താം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നിങ്ങൾ ജോലി, നിങ്ങൾക്കിപ്പോൾ EMI ഉണ്ടാവും, റെന്റ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത 6 മാസത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ ഇന്ന് ജോലി പോയി 6 മാസം നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള എമൗണ്ട്, ഒരു എമർജൻസി എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. എമർജൻസി എമൗണ്ട്, ഫ്രീലാൻസ് അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം സെറ്റ് ചെയ്യുക, അത് നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്യുക. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റിയുടെ കേസ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രോത്ത് അതിലൂടെ ഇത് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് ഇന്ന് പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ളത് കിട്ടും. അപ്പോൾ ഒരിക്കലും ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. കാരണം നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്കില്ല് ബിൽഡ് ചെയ്തിപ്പോൾ ഞാൻ ജോലി ട്രൈ ചെയ്യാണ്. ചിലവർ 6 കൊല്ലം, 1 കൊല്ലം 2 കൊല്ലം ഒക്കെ, അല്ല 6 മാസം 1 കൊല്ലം 2 കൊല്ലം ഒക്കെ ജോബ് ട്രൈ ചെയ്ത് കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി തന്നെ അറിയാം. അവരെന്ത് ചെയ്യാണ്, അവർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള സ്ഥലത്ത് മൊത്തം അന്വേഷിച്ച് കറങ്ങി നടക്കാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ യൂസ് ഉണ്ടോ? ഇല്ല. അവർക്ക് എന്താണ് താല്പര്യം, അവരെന്താണ് ബേസാണ് പഠിച്ചത്, അതുകൊണ്ട് എന്ത് ജോലി കിട്ടും, അത് വെച്ച് എന്ത് ചെയ്യുക, ഒരു സ്കില്ല് നോക്കി ആ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുക. ആ സ്കില്ല് ഭയങ്കര സ്കിൽഡ് ആയിട്ട് ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് ക്രാക്ക് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ആ സ്കില്ല് അവിടെ പ്രസന്റ് ചെയ്യുക, പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. ആ സ്കില്ല് അവിടെ നിങ്ങൾ ഇന്റർവ്യൂവിൽ പ്രസന്റ് ചെയ്ത് സ്വാഭാവികമായിട്ട് 99% അല്ല 100% നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. നിങ്ങൾ അത്യാവശ്യം മാനേഴ്സ് കീപ്പ് ചെയ്തതാണ് അവിടെ ഇന്റർവ്യൂക്ക് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ജോലി കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി ഇപ്പോൾ 2 മാസം നിങ്ങളുടെ ജോലി എന്തെങ്കിലും കാരണം കൊണ്ട് ആ കമ്പനി പൂട്ടിപ്പോയി, 2 മാസം നിങ്ങളുടെ ജോലി പോയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സൈഡ് ഇൻകം സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എമർജൻസി ഇൻകം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ EMI റെന്റ് എല്ലാ പരിപാടിയും എന്ത് ചെയ്യും, അതിലൂടെ തീർന്നു. അപ്പോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ജസ്റ്റ് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.